പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്തുണ്ട്, ശാരദയുടെ നാട്ടിൽ. എന്റെ നാട്ടില് പിന്നെ എന്താണ് പറയാനുള്ളത്? മഞ്ഞക്കാമാല പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പലതും തോന്നും. അതിനിപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മഞ്ഞക്കാമാല മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും മെഡിസിൻ കഴിക്കണം. അത് കഴിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. നമ്മളെന്നും കട്ടച്ചണ്ടായിരിക്കും. മരണം വരെ ഇങ്ങനെ പോകാൻ ഈശ്വരൻ ഇടയാക്കിയാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ ആരെയും ഭയക്കുന്ന വ്യക്തിയല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്യുന്നതിനകത്ത് ഞാൻ ഭയക്കാറില്ല. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എന്താണെന്ന് പറയാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ? പറയാൻ കാരണം ഒരു ആർട്ടിസ്റ്റ് അല്ലേ. പലർക്കും കുശുമ്പുണ്ടാവും. നമ്മളൊന്ന് വളർന്നു വരുമ്പോൾ കുശുമ്പുണ്ടാവും, ഇല്ലായ്മ ഉണ്ടാവും. ഞാൻ പറയുന്നത് കുറച്ച് കൂടുതൽ മഞ്ഞപ്പൊടി കലക്കി ഡെയിലി ഓരോ ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ അകത്തുള്ള മഞ്ഞ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. സ്വയം ഇങ്ങനെ ആകാൻ ശ്രമിക്കണം. എല്ലാവരും ഉള്ളിലൊരു കല്ലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിൽ ചെയ്യണം. അതിനാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെ ഒരുപാട് ചാനലുകൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അസൂയപ്പെടാതിരിക്കും. നിങ്ങളും ഞങ്ങളെ പോലെ ആകാൻ ശ്രമിക്കും. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക, അല്ലാതെ എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോഴേ ബ്ലോക്ക് ചെയ്യുന്ന സീനാണ്. നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ആരാധകരുണ്ട്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ വിളിക്കുന്നത്. ശാരദയും പേരെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി ഒത്തിരി. നിങ്ങൾ ഒന്നോ രണ്ടോ പേര് കടുവത്താൽ കരിഞ്ഞു പോകുന്നതല്ല നിങ്ങൾ. എന്നാൽ ആ രണ്ടുപേർ പറയുമ്പോൾ തന്നെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് വിഷമം ചെറുതായിട്ടുണ്ട്. ഒരുപാട് പേര് ആരാധകരുണ്ടെങ്കിൽ രണ്ടുപേരും നമുക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്കതൊരു വിഷമമാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കില്ല. അവർക്ക് കൂടെ പിന്നെ ഞാൻ പറയട്ടെ, ട്രോളുന്നത് എപ്പോഴും നല്ലതാണ്. ട്രോളുമ്പോഴാണ് നിങ്ങൾ ഇവിടെ വരെ എത്തുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം. സാധാരണ പറയാറില്ല, വാഴ വെച്ചിട്ട് അതിൽ കൊല കണ്ടിന്യൂ വേണ്ടി അതുപോലെയാണ്. അപ്പൊ ഓവറായാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയുന്നത്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. അതിന്റെ അനുഭവം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ശാരദയമ്മയാണ്. പുള്ളി നേരാണ്. നമ്മൾ കോസ്റ്റ്യൂം എടുത്ത കോസ്റ്റ്യൂമായി മാറുകയാണ്. അല്ലാതെ നമ്മൾ കാശിന് വേണ്ടി പോകുന്നതല്ല. നമ്മൾ ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ ആ കോസ്റ്റ്യൂമിൽ ജയനും ശാരദയുമായി മാറുകയാണ്. നമുക്ക് എന്താണ് അത് നിങ്ങളടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. നമ്മൾ അത്രത്തോളം ആരാധിക്കുകയും അത്രത്തോളം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, ഒരു രോമാഞ്ചം. ഒന്നുമല്ല, അഷ്റഫിനെ എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ പുള്ളിയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. അഷ്റഫിനെ എനിക്ക് ഇഷ്ടമല്ല. ഒരു ഏട്ടൻ സാധനം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ദേവേട്ടന്റെ കോസ്റ്റ്യൂം ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയാണ്. പ്രേമമാണ് എല്ലാം. പ്രേമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ അതെ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇന്ന് എനിക്ക് എന്റെ വേണ്ട സ്ഥാനത്താണ്. പുള്ളിയുടെ കൂടെ വിശ്വസിച്ച് എവിടെ വേണമെങ്കിലും പോകാം. എനിക്ക് എന്റെ ക്യാരക്ടറാണ്. ഞാൻ പുള്ളിയുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ പെർഫെക്റ്റ് ആണ്, പുള്ളിയും പെർഫെക്റ്റ് ആണ്. എല്ലാവരും കാണുമ്പോഴും നമുക്ക് എല്ലാ അർത്ഥത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ്, പുള്ളി പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര നാള് നമുക്കിങ്ങനെ പോകാൻ പറ്റും, എത്ര നാൾ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും പോകുമ്പോഴായിട്ട് വിളിക്കുന്നിടത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കും. ഒക്കിലും ശ്വാസം ഉണ്ടായിരിക്കും. എന്തായാലും നമ്മളൊരു കാര്യം ചിന്തിച്ചത്, എന്നെ അടിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചടിക്കും. എന്നെ പ്രേമിക്കാൻ ചെയ്ത് തിരിച്ചു പ്രേമിക്കും. എനിക്ക് പ്രേമിക്കാൻ, എന്നെ പ്രേമിക്കാൻ, എന്റെ ജീവിതത്തിൽ ഒരാൾ കടന്നു വന്നിട്ടുണ്ട്. എന്റെ മരണം വരെ, അതെ, എന്റെ മരണം വരെ ഞാൻ ആ മനുഷ്യനെ എന്റെ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അത് ഞാൻ തോച്ചൊന്നും അല്ലതാണ്. തുമ്മിയാത്തിലേക്ക് നമുക്കാണെങ്കിൽ അത് എന്ത് തന്നെയായാലും പോകട്ടെ, എനിക്ക് അതിനോട് പരാതിയില്ല. ആര് തന്നെയായാലും, മക്കളായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും അങ്ങനെ കരുതുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആരോഗ്യത്തോളം ഞാൻ വിചാരിച്ചു. ദൈവം എന്നെ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണാം. പിന്നെ ഒന്നുകൂടെ എനിക്ക് പറയാനുള്ള പറഞ്ഞ ഒരുപാട് ഒന്നുകൂടെ പറയാനില്ല എന്ന് പറഞ്ഞാൽ, കൂടുതൽ ഓവറായ സൂര്യോദയം കാണുന്നത് എന്നെയായിരിക്കും. ഉറക്കം ഉണരുമ്പോൾ എന്നെയായിരിക്കും ഇതിനൊക്കെ കാണുന്നത്. അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും പോകരുത്. മാന്യമായിട്ട് ജീവിച്ചാൽ അവരൊക്കെ കൊള്ളാമെന്ന് എനിക്ക് പറയാം. ആ മനുഷ്യൻ ജോലി ചെയ്ത് ജീവിച്ചോളൂ. പിന്നെ ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ സമൂഹം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഈ പുള്ളിക്കാരൻ ഈ ആർട്ടിസ്റ്റ് പണിക്ക് പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. ഒരുപാട് പോകുന്നു ഞാൻ മെസ്സേജൊക്കെ കാണാറുണ്ട്. ഞാൻ പറയുന്നത്, ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന 4-1 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും പറ്റില്ലല്ലോ. അവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. അത് മാത്രം തന്നെയല്ല, ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നു. ഈ പ്രോഗ്രാം ചെയ്ത് കിട്ടുന്ന
സങ്കടമാണ്. അവരെ പോലെ എനിക്ക് ആകാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം. അതിനൊരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്, അതെടുത്താൽ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ സുംബ ഡാൻസിന് പോകും, സുംബ ഡാൻസിന് പോയാൽ പഠിക്കാം. ജിമ്മിലൊക്കെ പോയി സുംബ ഡാൻസിനൊക്കെ പോയി ഡാൻസൊക്കെ പഠിച്ച് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് സന്തോഷം തോന്നും. ഞങ്ങളെ പോലെ ഒരുപാട് കലാകാരന്മാർ വരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അവരവർക്ക് കിട്ടേണ്ടത് അവരവർക്ക് കിട്ടും. 10,000 ജയം വന്നാലും ഏതൊക്കെ ജയം എന്തൊക്കെ പ്രോഗ്രാം കിട്ടും ഇഷ്ടപ്പെടുന്നവരല്ലേ വിളിക്കുള്ളൂ. ഇപ്പൊ എന്നെ പുള്ളി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വിളിക്കും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു അസൂയല്ല. പുള്ളി എത്ര ആൾക്കാരെ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യും. എനിക്കത് അസൂയൊന്നും എനിക്ക് കിട്ടാൻ എനിക്ക് ഒരുപാട് ഫിഗർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ. പക്ഷെ നമ്മൾ ജെയിംസ് സാറായിട്ട് ജീവിക്കുകയാണ്. ഫിഗർ ചെയ്യുന്നവർ ഫിഗർ ചെയ്യട്ടെ. ഞാൻ ജെയിംസ് സാറിന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്, ജീവിക്കുകയാണ്. ഫാമിലില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങള് വേദനിപ്പിക്കരുത്. എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വേദനയൊന്നുമല്ല. ഞാൻ ഒരുപാട് താണ്ടി വന്നൊരു വ്യക്തിയാണ്. പുള്ളി ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് ട്രോളൊക്കെ ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് ടെൻഷൻ. ഞാൻ ടിക്ടോക്കുള്ള കാലം മുതൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഏറ്റ് 5 മണി എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ 6 മണിയുടെ സമയമുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോളുകളേക്ക് വന്ന ഒരാളാണ്. അതുകൊണ്ട് മുള്ളിൽ ചവിട്ടിയിട്ട് കയറി വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ഒരു ടെൻഷനോ ഭയമില്ല. ഇങ്ങനെ പുള്ളി എൻ്റെ കൂടെ ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കും.